ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണ് കേട്ടോ ഇത്. എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു ഐറ്റം കൂടിയാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുനോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിന് തൊലിയെല്ലാം കളഞ്ഞ് ഈ ഒരു നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ഷേപ്പിലെ ആ ഒരു ഷേപ്പിൽ കട്ടാക്കി എടുക്കുക. തൊലിയെല്ലാം കളഞ്ഞിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ടാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം വെള്ളം ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കുക്കായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലോണം കുക്കാണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കുക്കാണ്ട ആവശ്യമില്ല, നല്ലോണം കുക്കാണ്ട വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പകുതി വേവാകുമ്പോൾ തന്നെ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഈ വെള്ളം നല്ലോണം ഒന്ന് തിളക്കുന്ന ടൈമിൽ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ കോരി മാറ്റലാണ്. നിങ്ങളുടെ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിലേ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലാത്തവരാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെയ്തു. ഇനിയിപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂണിലും കുറവ് ചെറിയ ജീരകം, ക്യുമിൻ സീഡില്ലേ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്കില്ലേ 2 അല്ലി വെളുത്തുള്ളിയും 1/2 ഇഞ്ചിലും കുറവ് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ല് മാറുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാലേ ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളിയും കൂടി വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം കുക്കാണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ സവാളൻ്റെ പകുതി. ഇനിയിപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കലാണ്. ഒരു ചെറിയ ക്യാരറ്റ് എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ക്യാബേജും കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്കാക്കി എടുക്കട്ടെ. ഇത് പെട്ടെന്ന് മസാല റെഡിയാവും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ വേവിച്ചിട്ട് പൊടിച്ച് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ്, ഗരം മസാല പൗഡർ, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വേവിച്ച ചിക്കനില്ലേ അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതാ ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കലാണ്. 2 ടേബിൾ സ്പൂൺ തന്നെ ക്യാപ്സിക്കം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണിലും കുറവ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണിലും കുറവ് തന്നെ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ തന്നെ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ആക്കി എടുക്കുക. പിന്നെ സ്പൈസസ് എല്ലില്ലേ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തേ. ഇനി ഇതിലേക്കില്ലേ ഒരു 1/4 കപ്പ് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ചീസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഈ ചൂടിൽ തന്നെ ചീസൊന്ന് മെൽറ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ്. ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണിത്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിക്കന് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാര്യം ചിലർ കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കും, ചിലർക്ക് കുറച്ചധികം ചിക്കൻ വേണം. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കന് ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കന് വേവിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ മസാലേൻ്റെ ഒത്ത് ചെറുതായിട്ട് പീസാക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ചിക്കന് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നമ്മൾ കട്ട്ലറ്റിനെല്ലാം ചെയ്യൂലേ അതുപോലെ നല്ലോണം എന്താ പറയുക ഈ ഉരുളക്കിഴങ്ങും മസാലയും കൂടി മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു സ്നാക്കിലെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒറിഗാനോൻ്റെ കാര്യം മറക്കണ്ട, എന്തായാലും ചേർത്ത് കൊടുക്കണം. എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറിഗാനോ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങില്ലേ ആ ഒരു ബോൾസിൻ്റെ ഉള്ളിലേക്ക് കുത്തി കൊടുക്കലാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ഇഫ്താറിൻ്റെ ടൈമിൽ ടേബിൾ ടോളിൽ ഇതെല്ലാം വെച്ചിട്ട് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. കുട്ടികളെല്ലാം നോമ്പെല്ലാം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും കുരുമുളക് ക്രഷ് ചെയ്തതോ അല്ലാന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി ഫ്ലെക്സോ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. പാൽ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലൂസാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. ബ്രെഡ് പൊടിച്ചെടുത്തത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഫ്ലോറും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക്. ആദ്യം കോൺഫ്ലോറിലേക്കില്ലേ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്ററിയില്ലേ മൈദ വെച്ചിട്ടുള്ള അതിലേക്ക് ഇത് മുക്കി കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഒട്ടും പിടിക്കൂല കേട്ടോ. ഈ ഒരു സ്നാക്കിന് നമ്മളിപ്പം ആദ്യം കോൺഫ്ലോറിൽ മുക്കിക്കൊടുത്തു, എന്നിട്ട് മൈദയിൽ മുക്കി, എന്നിട്ടാണ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാകുമ്പോഴേ നമ്മുടെ സ്നാക്കിന് ഒട്ടും എണ്ണ ഉണ്ടാവില്ല കേട്ടോ. ചിലർക്ക് എണ്ണക്കടി കഴിക്കാനെല്ലാം ഭയങ്കര മടിയായിരിക്കൂലേ. പക്ഷേ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒട്ടും എണ്ണ കുടിക്കൂല. കാര്യം നമ്മൾ ആദ്യം കോൺഫ്ലോറിലിട്ട് പിന്നെ മൈദ മിക്സിലിട്ട് എന്നിട്ടാണ് ബ്രെഡ് ക്രംസിലിട്ട് കൊടുക്കുന്നത്. നമ്മൾ കട്ട്ലറ്റ് ആയാലും എണ്ണയിൽ പൊരിക്കുന്ന ഇതുപോലത്തെ ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാവില്ലേ, ബ്രെഡ് ക്രംസ് മുക്കിയിട്ട് ബ്രെഡിൻ്റെ ഐറ്റംസിൽ കൂടുതൽ എണ്ണ കുടിക്കൂലേ. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിക്ക് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതൊരു അടിപൊളി ടിപ്പാണ്. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. നമ്മൾ പിറ്റേ ദിവസം അത്താഴത്തിന് കഴിക്കുമ്പം പോലും ഒട്ടും എണ്ണ ഉണ്ടാവില്ല, നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. സാധാരണ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ രാത്രി കഴിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എണ്ണ കുടിച്ചിട്ട് മൊത്തത്തിൽ കഴിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കില്ല ഉണ്ടാവുക. ഇതൊട്ടും എണ്ണ കുടിക്കൂല, നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിറ്റേ ദിവസം നമ്മൾ അത്താഴത്തിന് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ക്രിസ്പിയോടെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിക്ക് ഇങ്ങനെ നമ്മൾ കുട്ടികൾക്കെല്ലാം ഫ്രൈ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. ഞാനിതാ വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിൽ, വെളിച്ചെണ്ണയല്ല ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ. നല്ലോണം ചൂടായ ശേഷിയില്ലേ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുക്കുന്ന ടൈമിൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുന്ന ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കാം. പിന്നെ ചീസിൻ്റെ കാര്യമില്ലേ ഞാൻ പറഞ്ഞ ആ ഒരളവിൽ മാത്രം ചീസ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 കപ്പ് ചീസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് എണ്ണയിലിടുമ്പം ചീസ് ഒന്ന് പൊട്ടിയിട്ടില്ലേ ആ ഒരു ഷേപ്പും കാര്യങ്ങളെല്ലാം മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ഒരു കറക്റ്റ് അളവിൽ മസാലയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലേ ഞാനൊന്ന് തിരിച്ചു കൊടുക്കലാണ്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ കുക്കാക്കി എടുക്കാം. അപ്പോൾ സാധാരണ ഇഫ്താറിൻ്റെ എല്ലാം ടൈമിൽ ഒരുപാട് എണ്ണ പലഹാരങ്ങളെല്ലാം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്ക്. ഒട്ടും എണ്ണ കുടിക്കാണ്ട് തന്നെ നമുക്ക് അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ കളർ ചേഞ്ച് ആയിട്ട് വന്നേരില്ലേ എണ്ണയിൽ നിന്ന് കോരിമാറ്റലാണ്. നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ അത്താഴത്തിൻ്റെ ടൈം കഴിച്ചിട്ടുണ്ടായിന്. രാത്രിയാണ് ഉണ്ടാക്കിയത്, പക്ഷെ അത്താഴത്തിൻ്റെ ടൈം കഴിച്ചതിൽ ഒട്ടും എണ്ണ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിന്. സാധാരണ ഫ്രൈഡ് ഐറ്റംസ് സ്നാക്ക് അങ്ങനെയൊന്നും കഴിക്കാത്ത ഒരാളാണ്, പക്ഷേ ഈ ഒരു സ്നാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിന്. അപ്പം നിങ്ങളും ട്രൈ ആക്കി നോക്കാം. ഞാനിതാ മൊത്തത്തിലെ എണ്ണയിൽ നിന്ന് കോരിമാറ്റലാണ്. ഇനിയിപ്പം ബാക്കിയുള്ളതും കൂടി ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു അളവിലേ ഞാൻ ഈ പ്ലേറ്റിലേക്ക് കാണിച്ച ഡബിൾ ക്വാണ്ടിറ്റി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഈ ഒരു പ്ലേറ്റിൽ എത്രയാണോ കാണിച്ച അതിൻ്റെ ഇരട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇഫ്താറിൻ്റെ ഈ ഒരു റമദാൻ ഇഫ്താറിൻ്റെ ടൈമിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക. കുട്ടികൾക്കെല്ലാം നോമ്പുണ്ടെങ്കിലേ ടേബിൾ ടോളിൽ ഇതൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ കഴിക്കാത്ത കുട്ടികൾക്കും കഴിക്കാനുള്ള ഒരു ഇഷ്ടം തോന്നും കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ചിക്കൻ്റെയും ചീസിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാം ഒരു ഫ്ലേവറലായിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഒട്ടും എണ്ണയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ സ്നാക്സ് റെസിപ്പീസ് എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.